രാത്രി 12:30 ഗൈസ്. നമ്മൾ നന്ദു വന്നിട്ടുണ്ട്, എയർപോർട്ടിൽ കൂട്ടാൻ പോവുകയാണ്. ഇവിടുന്ന് നന്ദു ചേച്ചി ലാൻഡ് ചെയ്തിരിക്കുന്നു. അച്ഛാ യെസ്, അപ്പൊ നമ്മൾ നന്ദു ചേച്ചിനെ കൂട്ടിട്ട് വരാം. ചെന്നൈയിൽ നിന്ന് ഓളെ കിട്ടി. നന്ദൂരെ കൂട്ടിയിരിക്കുന്നു. പെട്ടി നിറയെ അലക്കേണ്ട സാധനം തോന്നുന്നു. പെട്ടി നിറയെ അലക്കേണ്ട സാധനങ്ങളാണ്. ഇപ്പൊ തന്നെ പോയിട്ട് എല്ലാം മുഷിഞ്ഞിട്ട് നാറുണ്ട്. കേരിവാടെ സ്റ്റിയറിംഗ് ഓള് മേടിച്ച്. സീറ്റ് ബെൽറ്റ് ഇട്ടോ നിർത്തിയിട്ട് സീറ്റ് ബെൽറ്റ് അങ്ങനെ ഇടല അവിടെ നിർത്തി സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. മതി, ഇനിയിപ്പോ വീട്ടിലെത്തൂലേ? എനിക്ക് കാണാൻ മുമ്പ് ഫുള്ളായിട്ട് ഇടണോ എനിക്കാണ്. 5 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. കൊണ്ടുപോയ ബാഗ്, ജുംക്ക കിട്ടി. ആ അതിലുള്ള സാധനങ്ങളാ. ഒന്നും ഇങ്ങനെയല്ല. അമ്പാടി തോക്ക് തോക്ക് ഗസ്സി ആദ്യമായിട്ടുള്ള ശമ്പളം കിട്ടിട്ട് മേടിച്ചിരുന്ന. താങ്ക് യു പറ. വലിയ ഗിഫ്റ്റാ. അതിനെന്തോ എഴുതിയിട്ടുണ്ടാ? അമ്മ ഡാഡി ഇരുന്നിട്ട് പൊട്ടിക്ക്. എണീറ്റിട്ടില്ലെങ്കി ഇപ്പൊ നഷ്ടമായിരിക്കൂലേ. അതില്ല പൊട്ടിക്കട്ടെ. ഗസ് ആദ്യം ഗസ് ചെയ്യ്. വെറുതെ ഒരു ഗസ് ചെയ്യ്. ഒരു ഗസ്. അച്ഛൻ ഗസ്. അമ്മയോ നീയോ? തോക്ക്. കണ്ടിട്ട് തോക്കാന്നാ തോന്നുന്നു. അയില്ല പൊളിക്കട്ടെ. വേഗം പൊളിച്ചു കൊടുക്ക്. അനക്ക് ഹാൻഡിൽസ് ഇല്ല. ഞാനാടിയിട്ട് മറ്റേ ഇങ്ങനെ ഓൻ്റെപ്പരമ്പോ ഞാനന്ന് ഹാംലിസ് ഓൻ്റെപ്പരം പോകുന്ന ഒരു സാധനം കണ്ടുപിടിച്ചിട്ട്. ഡ്രോണോ? ഡ്രോണെല്ലാം വിളിക്കണ്ട. നാളെ വരെ വിളിക്കണ്ട. അമ്മേന്ദ്രി അടുത്ത് പോയിരുന്ന വെട്ടിട്ട് അമ്മടിക്ക് നോക്ക്. ഇത് ഞാൻ പോയി കഴിഞ്ഞിട്ട് മാത്രമേ എല്ലാവരും ഉപയോഗിക്കാൻ പാടുള്ളൂ. കാറിന്റെ മേലെ ബസ്സിന്റെ മേലെ ഒന്നും വിളിക്കരുത് ആരും. ഇനി അത് ബാക്കി പിന്നെ പൊട്ടിക്കാം. ഓനാടുന്ന് മറ്റേത് പറപ്പിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാണ്. ഞാൻ ചോദിച്ചു അവനോട് ഞാനൊന്ന് പറത്തി നോക്കട്ടെ. കാർ ഞാൻ വാങ്ങിക്കാൻ നോക്കിയ കാറിന് ഭയങ്കര പൈസ. 12,000 റുപ്യക്ക്. 12,000 റുപ്യ എന്റെ സ്കൂട്ടിയാണ്. ഞാൻ കണ്ടേ. ഇനി അമ്മ കണ്ടോ? അനക്കറിയില്ല. അങ്ങനെ അമ്മ കണ്ടിട്ടില്ലല്ലോ. ഇഷ്ടാവേ നല്ല ഇട്ടിട്ട് കാണേ. അതിന് നല്ല പാന്റാണ്. ഇഷ്ടായ ഇത് അച്ഛനും അമ്പാടിക്കും.
ഹായ്. അനക്ക് ഒന്നും തന്നില്ല, എനിക്ക് ക്യാമറ വളരെയാണെങ്കിൽ പിടിച്ചിട്ട് അത് അച്ഛൻ്റെ എന്റെ എടുക്കല്ല. ഞാൻ എല്ലാരെയും കണ്ടേ. അമ്പാടി വൈറ്റ് ബാഗ്, വൈറ്റ് ബാഗ്. ലാർജ് 42 അല്ലേ? പിന്നെന്താ അമ്പാടി വൈറ്റ് പോക്കറ്റ് ബാഗി പാൻസ്, ക്രോഷറ്റ് 5 സ്ലീവ് ബനിയൻ. എന്റെ മാത്രം ഞാൻ കണ്ടില്ല, ബാക്കിയെല്ലാരും ഞാൻ കണ്ടേ, എന്റെ മാത്രം ഞാൻ കണ്ടിട്ടില്ല. എന്ത് പാന്റാ? പ്രശ്നമൊന്നുമില്ല, കൈ കുറച്ച് വേണ്ടിട്ട് ഇടുന്ന ഒരു അടി കൊടുക്കേണ്ടി വരും. ലെങ്ത് അധിക വീടിന്റെ ഗൃഹനാഥന് വേണ്ടി കൊടുക്കും. വീടിന് വേണ്ടി ക്ലോക്ക് മേടിച്ചിട്ട് വന്ന അതില്ലേ, നല്ലൊരു സ്റ്റാൻഡേർഡ് ക്ലോക്ക്. ആ കലണ്ടറിന്റെ പേരൊന്നും പറഞ്ഞു. അടുപ്പിക്കുന്ന മടി, നമുക്ക് ബാക്കി പോകുന്ന നല്ല വൃത്തിയിലെത്തി വെച്ചാൽ ഗൈസ്, ഉത്രാടപ്പൂ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതൊക്കെ വൃത്തിയാക്കണം. എന്താ പക്ഷെ നല്ല മഴയാണ്. നമ്മൾ ഫോട്ടോഷൂട്ട് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മഴയാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം ആ ചേട്ടനെ വിളിക്കാൻ. ഇതാണ് ഇന്നത്തെ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നടുക്ക് സൂര്യൻ്റെ ഒരു ഇതും അതിൽ നിന്ന് താമര ആണ് ഇന്നത്തെ പൂക്കളുടെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ആൻഡ് ആ കോൺസെപ്റ്റിൻ്റെ ഉടമ ഇതാണ്. ഇന്നത്തെ പൂവിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് 2 വാക്ക്. സൂര്യനിൽ നിന്ന് വരുന്ന താമരയായിരുന്നു ഇന്നത്തെ കോൺസെപ്റ്റ്. ഞാൻ നടുവിൽ നല്ല കട്ടി ഓറഞ്ച് ഇട്ട്, ഓറഞ്ച് മഞ്ഞയുള്ള മിക്സ് ഇട്ട്, പിങ്ക് ഉണ്ടാവില്ലേ? പക്ഷേ അതല്ല, അങ്ങനെയായിരുന്നു ആദ്യം. എന്നിട്ട് അതിൻ്റെ ചുറ്റും താമര ഷെയ്ഡ് പച്ച ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നടുവിൻ്റെ മഞ്ഞ ഓറഞ്ച് മാറ്റി എല്ലാവരുടെയും. അച്ഛനാ പൂ ഇഷ്ടമായില്ലേ? ഇപ്പോഴും എനിക്ക് ആ പൂവിനെ ഭയങ്കര അഭിമാനപ്പെട്ടതാണ്. പക്ഷെ നടുക്കുള്ളത് ശരിയാവുന്നതുകൊണ്ട് ഞാനത് മാറ്റേണ്ട വന്നു. ഇതാ എന്റെ വ്ളോഗിൽ മൊത്തം ഇങ്ങനെയാ സംസാരിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കില്ല ആരും വരണ്ട. അമ്പാടി മാറ്റാൻ
നമ്മൾ റെഡി ആയിരിക്കുന്നു. അല്ല ഇങ്ങോട്ടാ ഗായ്സ്, നമ്മൾ റെഡി ആയിരിക്കുന്നു. അമ്പാടിനെ കാണിക്കൂ. അമ്പാടിക്ക് മുടി ജെല്ല് സെറ്റാക്കണം. മുടിയൊന്ന് സെറ്റാക്കണം അമ്പാടി. ഇത് മതി. അതും വിളിക്കുന്നു.